ഹലോ. ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുമ്പും ഡെലിവറി കഴിഞ്ഞ ശേഷവും ഫേസ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പം എന്നോട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഡെലിവറിക്ക് മുമ്പാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ ഹസ്ബൻഡുണ്ട്, അതല്ല, പാരൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ, ആഫ്റ്റർ ഡെലിവറി കെയർ എങ്ങനെയായിരിക്കും, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചായിരുന്നു. അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടാകില്ലേ, സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. ദൈവത്തിനും കൊണ്ട് എനിക്ക് നോർമലായിരുന്നു. ബട്ട് ഈവൻ സിസേറിയൻ ആയാലും സിസേറിയൻ കഴിഞ്ഞവരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് ദേ ആർ ഫൈൻ. എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തികച്ചും നോർമൽ ഡെലിവറി ആയിരുന്നു. ബട്ട് എനിക്ക് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ എടുത്തിട്ടാണ് സ്റ്റിച്ചസ് ചെയ്തത്. ബട്ട് എനിക്ക് ഞാൻ പറയുവാണെങ്കിൽ നമുക്കിവിടെ NHS എല്ലാവരും പറയും NHS എന്താ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല, നമുക്ക് എമർജൻസി കിട്ടില്ല എന്നൊക്കെ. ബട്ട് എൻ്റെ കേസിൽ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് എല്ലാ ഫോളോ അപ്പും എല്ലാം കറക്റ്റായിട്ട് അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ച്, ഈവൻ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിൽ വന്നപ്പം, നെക്സ്റ്റ് ഡേ അല്ല 2 days ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അത് ഞാൻ വീട്ടിൽ വന്നപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് നെക്സ്റ്റ് ഡേ എനിക്ക് നമ്മുടെ മിഡ് വൈഫ് വീട്ടിൽ വന്നിരുന്നു എൻ്റെ കാര്യം അന്വേഷിക്കാൻ. അത് കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് ടീം വന്നിരുന്നു. അങ്ങനെ ആ ഒരു മന്ത് ഫുള്ള് ഇവരുടെ NHS എന്നുള്ള ആൾക്കാരുടെ വിസിറ്റായിരുന്നു. അതുപോലെ എന്നെ മാത്രമല്ല, എൻ്റെയും ബേബിയുടെയും അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവിടെ എടുത്തു തന്നിരുന്നു. അതുപോലെ ഇവിടെ ഹെൽത്ത് വിസിറ്ററുണ്ട്. അവർ ഫസ്റ്റ് മന്ത് വരും, ദെൻ 3rd മന്ത് വരും, പിന്നെ 9th മന്താണ് വരുന്നത്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ബേബിയുടെ കേസിനോ നമ്മുടെ കേസിനോ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. പിന്നെ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനുള്ള ഈവൻ ചിൽഡ്രൻസ് ക്ലിനിക്ക്, അതുപോലെ ചിൽഡ്രൻസ് വില്ലേജ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ 5 year വരെ നമ്മുടെ ബേബി അവരുടെ കൺട്രോളിലായിരിക്കും. നമ്മുടെ ബേബിയുടെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യുന്ന അവരായിരിക്കും. അതുപോലെ ബേബിയുടെ മാത്രമല്ല നമ്മുടെ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യും. ബട്ട് കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ഇതില്ലാത്തതുകൊണ്ട് നമ്മളോട് മിക്കവാറും GP റെഫർ ചെയ്യാനാണ് പതിവ്. ബട്ട് ബേബിയുടെ കാര്യങ്ങൾ, ബേബിയുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ ഈച്ച് മന്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഈവൻ അവരുടെ വെയിറ്റ് ചെക്കിങ് എല്ലാം പ്രോപ്പറായിട്ട് അവർ എല്ലാ മാസവും നമുക്ക് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ബേബിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ആഫ്റ്റർ ഡെലിവറി കെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ നമുക്ക് വേദഗുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള നമുക്ക് അങ്ങനെ ഇതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇവരെന്നോട് ആകെ പറഞ്ഞത് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നല്ലോണം റെസ്റ്റ് ചെയ്യുക, കഴിക്കുന്ന ഫുഡിൽ മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ഇല വർഗ്ഗങ്ങളും ചേർക്കുക, പിന്നെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക, പിന്നെ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ കുഴമ്പ് വെച്ച് കുളിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ വേദഗുളി നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നോ ഒന്നുമില്ല. ഈവൻ കുളിക്കുന്നത് നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ സോപ്പിട്ട് വരച്ച് കുളിക്കണമെന്നോ അല്ലെങ്കിൽ കുഴമ്പിട്ട് വെച്ച് കുളിക്കണമെന്നോ ഒന്നും പറയില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ നമ്മൾ ഇവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. എനിക്കങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അതവർ പറഞ്ഞായിരുന്നു. അപ്പം അതിനുള്ള മെഡിസിൻ എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അതിന് അവർ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ല. അവർക്ക് ആകെ ചെയ്യുന്നത് നമ്മുടെ ഡയറ്റ് പാറ്റേൺ നമ്മൾ തന്നെ ഇത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെ വേറെ നമുക്ക് നോർമലി ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ തന്നെ അവർ പറയും വേണ്ട, ഒന്നും കഴിക്കരുത്, മാക്സിമം എത്രത്തോളം ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം റിലാക്സ് ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, പിന്നെ ബേബിയുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ മോർ സ്ട്രെസ് ആവുന്ന കാര്യങ്ങൾ എടുക്കാതിരിക്കുക. പിന്നെ ബേബിയുടെ കാര്യത്തിലായാലും നല്ല സ്ട്രെസ് എടുക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി കുറേ നേരം കരയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ഡെലിവറി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു പോസ്റ്റ്മോർട്ടം ഒരു ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ നമുക്ക് പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ വീക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. ഓരോരുത്തർക്കും ഒരേപോലെ, ചിലർക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ഓരോരുത്തർക്കും ഒരേ തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നാണ് ബേബി കണ്ടിന്യൂസ് ആയിട്ട് കരയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളി നമ്മളോട് വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല.
പിന്നെ പ്രോപ്പറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഇവരെടുത്ത് തരും. എനിക്ക് ഒത്തിരി അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരത് കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇപ്പം എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കായിരുന്നു അത്. ആ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി നെക്സ്റ്റ് ഡെലിവറി നോർമലാണോ, വജൈനൽ ബർത്ത് നൽകാൻ പറ്റുമോ, അതോ സിസേറിയൻ വേണ്ടി വരുമോ, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് സ്കാനിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അതവരോട് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ സ്റ്റിച്ചസ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പം നെക്സ്റ്റ് ബേബിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതുവരെ ഇവർ പറയുന്നുണ്ടെന്നുള്ളതാണ് ഞാനിപ്പം ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നവരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം കൊണ്ട് സേഫാണ്. ഇവരെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എടുത്തു തരും. പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിലേ വരും, എന്നാലും ഇവർ കറക്റ്റായിട്ട് നമുക്ക് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, നമ്മൾ മോസ്റ്റ് ഓഫ് ദി പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇവിടെ UK പാരൻസ് ഇല്ലാതെ പറ്റില്ല, അതുപോലെ നമ്മളെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യില്ല, നമുക്ക് പ്രോപ്പറായിട്ട് കെയർ കിട്ടില്ല NHS. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പ്രോപ്പറായിട്ട്, അതായത് ബേബിക്കും മദറിനും അവർ നന്നായിട്ട് കെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈവൻ വേദുകുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് തിരിച്ച് കയറി, എനിക്ക് ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്ക് പെയിൻ എന്ന് പറയുന്ന കാര്യം എനിക്കറിയില്ല, ഇനി വരുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇതുവരെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം പ്രോപ്പറായിട്ട് GPയും അതുപോലെ എൻ്റെ കാര്യമായാലും ബേബിയുടെ കാര്യമായാലും പ്രോപ്പറായിട്ട് GP ആയാലും മിഡ് വൈഫ് ആയാലും അതുപോലെ ഹെൽത്ത് വിസിറ്റർ ആയാലും പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന UK ഡെലിവറി ചെയ്യുന്നവർക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയി പ്രസവിച്ചിട്ട് വരൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.